Hi students, plus 2 physics wave optics chapter രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ വേവ് ഫ്രണ്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് എന്നുള്ള ടോപ്പിക്. ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്. ഇന്റർഫറൻസ് മീൻസ് ഇന്റർഫറൻസ് ഓഫ് വേവ്സ്. എല്ലാ വേവ്സിനും ഇന്റർഫറൻസ് ഉണ്ടാവാം. സൗണ്ട് വേവ്സിന് ഉണ്ടാവാം, ലൈറ്റ് വേവ്സിനൊക്കെ ആവാം. ഓക്കെ, ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് ഇസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് light energy, okay, so that dark and bright bands are produced due to the constructive and destructive superposition of light waves. Adana interference of light. It's an example for law of conservation of energy. That explain cheyan vendi namukku aadyam superposition principle for addition of waves onnu parayam. First nammal waves il kettayirikkum. Superposition principle for addition of waves enനാൽ രണ്ടോ അതിലധികമോ വേവ്സ് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. രണ്ട് വേവ്സിന് എനർജി ഉണ്ട്, അപ്പോൾ ആ വേവ്സിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, വെൻ ടു ഓർ മോർ വേവ്സ് ട്രാവൽ അലോങ് ദ സെയിം സ്ട്രേറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ സിമിൾട്ടേനിയസ്ലി, then the resultant displacement at any point is the vector sum of displacement of individual waves. ഇതാണ് superposition principle. That is resultant displacement due to all the waves yr is equal to y1 vector y1 plus y2 plus y3 plus etc. yn. ഓരോ വേവ് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സെപ്പറേറ്റ് അറിയെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ വേവ്സ് എല്ലാം കൂടി ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ടൈമിൽ കേട്ടോ, ഓരോ ടൈമിലല്ല, എല്ലാവരും കൂടി ഒരേ പോയിന്റിൽ ഒരേ സമയത്ത് എത്തുമുള്ള കാര്യം പറയും. വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. There are two types of superposition. One is constructive superposition, second one is destructive superposition. Okay, constructive superposition ഇങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. We have two waves. ഓക്കെ, വേവ് നമ്പർ 1, വേവ് നമ്പർ 2 മിക്സ് ചെയ്താൽ എന്താ സംഭവിക്കും നോക്കൂ, ഒരു വലിയ വേവ് ഉണ്ടാവുന്നു. ദാറ്റ് ഇസ് കൺസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ. വെൻ എ ക്രസ്റ്റ് മീറ്റ് വിത്ത് ക്രസ്റ്റ് ഓർ ട്രഫ് മീറ്റ് വിത്ത് ട്രഫ് വിൽ ഗെറ്റ് എ ബിഗ് വേവ്. ദാറ്റ് ഇസ് കൺസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ. രണ്ടാമത് ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ. നോക്കൂ, അതിനെങ്ങനെ പിക്ചറൈസ് ചെയ്യാം? വി ഹാവ് ടു വേവ്സ്, വേവ് നമ്പർ 1 ആൻഡ് വേവ് നമ്പർ 2. എന്താ സംഭവിക്കുന്നത്? ഇഫ് ദർ ഐഡൻറ്റിക്കൽ വേവ്സ്, പക്ഷേ ക്രസ്റ്റ് മീറ്റ് വിത്ത് ട്രഫ് ആണ്, അതുകൊണ്ട് ദർ വിൽ നോ വേവ് അറ്റ് ഓൾ, ഔട്ട്പുട്ട് ഇല്ല, അല്ലേ? ഇതാണ് കൺസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷനും ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അവിടെ എനർജി ഡിസ്ട്രോയ് ചെയ്തു എന്നർത്ഥമില്ല കേട്ടോ, എനർജി വിൽ ബി റീഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ഒന്നാമത്തെ കേസിൽ കൺസ്ട്രക്റ്റീവിൻ്റെ കേസിൽ എനർജി ക്രിയേറ്റ് ചെയ്തു എന്നും അർത്ഥമല്ല, എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ്. വേറെ എവിടെ മിസ്സായ എനർജി ഇവിടേക്ക് ആഡ് ചെയ്തു വന്നു, ഇവിടെ മിസ്സായത് വേറെ സ്ഥലത്തേക്ക് ആഡ് ചെയ്തു എന്നർത്ഥമുള്ളൂ. എനിവേ, ഇനി ഈ ഇൻ്റർഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റൊരു കാര്യം നമുക്കറിയേണ്ടത്, ഇൻ്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്. അതിലൊരു കാര്യമാണ് കൊഹറൻ സോഴ്സസ് എന്ന കാര്യം. അത് പറയാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കൊഹറൻ വേവ്സ് എന്താണെന്ന് പറയാം. കൊഹറൻ വേവ്സ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേവ്സ് വിത്ത് സെയിം വേവ് ലെങ്ത്, സെയിം ഫ്രീക്വൻസി, സെയിം സ്പീഡ് ആൻഡ് സെയിം ഓർ കമ്പാരബിൾ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സെയിം ഫേസ്, ഒരേ ഫേസിലും ഉള്ള വേവ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കാം? കൊഹറൻ വേവ്സ് എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള വേവ്സിനെ എമിറ്റ് ചെയ്യുന്ന സോഴ്സിനെയാണ് കൊഹറൻ സോഴ്സസ് എന്ന് വിളിക്കാം. എ പെയർ ഓഫ് സോഴ്സസ് എമിറ്റിംഗ് waves with the same wavelength, same frequency, same speed, same amplitude and same phase or constant initial phase difference. Coherent source ഉള്ള വേവ്സ് എമിറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് സോഴ്സിന് എമിറ്റ് ചെയ്യുന്ന വേവ്സിന് എല്ലാ കണ്ടീഷൻസും സെയിം ആണെങ്കിൽ ഫേസ് സെയിം ആവണമെന്നില്ല, സെയിം ഫേസ് ആവാം, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഫിക്സഡ് ആയാൽ മതി. ഈ രണ്ടാളും തമ്മിലുള്ള ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ്, ഒരു സോഴ്സിൽ നിന്നും അടുത്ത സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന വേവ്സ് തമ്മിലുള്ള ഫേസിലുള്ള വ്യത്യാസം കോൺസ്റ്റൻ്റ് ആയാലും മതി. ഇങ്ങനെയുള്ള പെയർ ഓഫ് സോഴ്സിനാണ് കൊഹറന്റ് സോഴ്സസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി വേവ്സിൻ്റെ കേസിൽ നമുക്കറിയേണ്ട മറ്റൊരു കാര്യമാണ് പാത്ത് ഡിഫറൻസ്. എന്താണ് ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? രണ്ട് വേവ്സ്, രണ്ട് സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത രണ്ട് വേവ്സ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിലുണ്ടാവുന്ന വ്യത്യാസത്തിനാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയും. ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ ആൻഡ് ക്യാൻ ബി റിട്ടൺ ആസ് h2p മൈനസ് s1p. മീൻസ് s1 s2 എന്നുള്ള രണ്ട് സോഴ്സിൽ നിന്ന് p എന്നുള്ള പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിലുള്ള വ്യത്യാസം ഡെൽറ്റ is equal to s2p minus s1p. Okay, and there is a relation between path difference and phase difference. Okay, അത് നമ്മൾ വൈകാതെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഫേസ് ഡിഫറൻസിൽ നമുക്കറിയാം പാത്ത് ഡിഫറൻസ് is equal to s2p minus s1p. രണ്ട് വേവ്സ് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിലുള്ള വ്യത്യാസം, ഒരാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 2 ലാംഡയും മറ്റേ ആൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 2.5 ലാംഡയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് ഇസ് λ/2. ഓക്കെ, λ/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള
ഫേസ് ഡിഫറൻസ് പൈ ആയിരിക്കും. ഓർക്കേണ്ട കാര്യം, ലാംഡ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വേവ് ഉണ്ടാക്കുന്ന ഫേസ് ചേഞ്ച് 2π ആണ് എന്നോർക്കുക. ദാറ്റ് മീൻസ് λ/2 ആകുമ്പോൾ 2π/2, ദാറ്റ് ഈസ് പൈ. ഓക്കെ, കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനെയും ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കോളമായിട്ട് നമ്മൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ, 2 വേവ്സ് മീറ്റ് ചെയ്തിട്ട് ഒരു വലിയ വേവ് ഉണ്ടാകുന്ന കേസ് അല്ലേ. അതിൽ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെ ഒരു കേസിൽ നമുക്ക് ജനറലൈസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് പറയാം. കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷന് പാത്ത് ഡിഫറൻസ് എന്തൊക്കെയാണ് വേണ്ടത്, ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷന് എന്തൊക്കെയാണ് പാത്ത് ഡിഫറൻസ് വേണ്ടത് എന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെ കേസിൽ ഏതൊക്കെ പാത്ത് ഡിഫറൻസ് വരാം, ഏതൊക്കെ ഫേസ് ഡിഫറൻസ് വരാം എന്നുകൂടി ഓർക്കണം. കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെ കേസിൽ പാത്ത് ഡിഫറൻസുകൾ ഒന്നുകിൽ 0 ആവും, അല്ലെങ്കിൽ λ, 2λ എക്സെട്ര. ജനറലി ഡെൽറ്റാസിക്കൽ n λ, ദാറ്റ് ഈസ് n = 0, 1, 2, 3. ഈ കേസുകളിലെല്ലാം 2 വേവ്സ് മീറ്റ് ചെയ്താൽ കൺസ്ട്രക്റ്റീവ് ആയിരിക്കും, കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് = 0, 2π, 4π എക്സെട്ര. ദാറ്റ് ഈസ് φ = n 2π, n = 0, 1, 2, 3. ഈ കേസുകളിൽ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനാണ് ഉണ്ടാവുക. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ ഉണ്ടാവാൻ ഏതൊക്കെ പാത്ത് ഡിഫറൻസ്, ഏതൊക്കെ ഫേസ് ഡിഫറൻസ് ആവാം എന്നാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, പാത്ത് ഡിഫറൻസ് λ/2, 3λ/2, 5λ/2. λ/2യുടെ ഓൾഡ് മൾട്ടിപ്പിൾസ് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ 2n + 1 λ/2, n = 0, 1, 2, 3 എക്സെട്ര. ഫേസ് ഡിഫറൻസ് വെച്ച് പറയുകയാണെങ്കിൽ φ = π, 3π, 5π എക്സെട്ര. ദാറ്റ് ഈസ് φ = 2n + 1 π, n = 0, 1, 2, 3. ഈ കേസുകളിലൊക്കെ ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനാണ് ഉണ്ടാവുക. ഇത് ഓർക്കാൻ ഒരു വളരെ സിമ്പിളായി, പാത്ത് ഡിഫറൻസ് അറിഞ്ഞാൽ നമുക്ക് ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കാം, ഫേസ് ഡിഫറൻസ് അറിഞ്ഞാൽ നമുക്ക് പാത്ത് ഡിഫറൻസും മനസ്സിലാക്കാൻ പറ്റും. അതിനിങ്ങനെ റിലേഷൻ ഓർത്ത് വെക്കാം. ഫേസ് ഡിഫറൻസ് = 2π/λ പാത്ത് ഡിഫറൻസ്. ഓക്കെ, ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ I1 ഈസ് പ്രൊപ്പോർഷണൽ ടു A1 സ്ക്വയർ. രണ്ടാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി I2 ഈസ് പ്രൊപ്പോർഷണൽ ടു A2 സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ആവുന്ന കേസിലോ A1 + A2 ആണ് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് വരിക അല്ലേ. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്സ് രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, 2 ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വരെ A1 + A2 എന്നാണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ A1 - A2 എന്നാണ്. ദർഫോർ മാക്സിമം ഇൻറ്റൻസിറ്റി Imax ഈസ് പ്രൊപ്പോർഷണൽ A1 + A2 ഹോൾ സ്ക്വയർ ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി ഈസ് A1 - A2 ഹോൾ സ്ക്വയർ. ബിഫോർ സൂപ്പർ പൊസിഷൻ അവരുടെ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ എന്താ, I1/I2 = A1 square by A2 square. So before superposition I1/I2 = A1 square by A2 square. After superposition Imax/Iminima = A1 + A2 whole square by A1 - A2 whole square. Okay, if the two displacements are not along the same or in opposite direction, they makes an angle phi, then the resultant amplitude is found by AR is equal to root of A1 square + A2 square plus 2A1 A2 cos phi. Okay, then the intensity equation will be IR, resultant intensity IR is equal to I1 plus I2 plus 2 into root of I1 into I2 into cos phi. ഇതാണ് സൂപ്പർ പൊസിഷനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ്, ഇങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കുന്ന ലൈറ്റിൻ്റെ ഫിനോമിന കംപ്ലീറ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ, നോക്കാം. കണ്ടീഷൻ ഫോർ ഒബ്റ്റെയിനിങ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ ലൈറ്റിൻ്റെ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് കറക്റ്റായിട്ട് നമുക്ക് കാണാനുള്ള കണ്ടീഷൻസ് ആദ്യമേ മനസ്സിലാക്കി വെക്കാം. എ പെയർ ഓഫ് കോഹറൻറ്റ് സോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. ഒരു പെയർ കോഹറൻറ്റ് സോഴ്സസ് വേണം, കോഹറൻറ്റ് സോഴ്സസിൻ്റെ ഒരു പെയർ വേണം. രണ്ടാമത് കോഹറൻറ്റ് സോഴ്സസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോഹറൻറ്റ് സോഴ്സസ് മസ്റ്റ് ബി വെരി സ്മോൾ. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ, ഇൻ്റർഫറൻസ് പാറ്റേൺ വ്യക്തമായിട്ട് കിട്ടാനുള്ള കണ്ടീഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ, ഈ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ക്രീനും ഈ കോഹറൻറ്റ് സോഴ്സുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലാർജ് ആയിരിക്കണം എന്നാണ്. നോക്കൂ, ഇതാണ് ആ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു ലൈറ്റ് സോഴ്സിനെ, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിനെ ഓൺ ചെയ്തിരിക്കുന്നു. അതിന് മുന്നിൽ ഒരു സിംഗിൾ സ്ലിറ്റ് അറേഞ്ച് ചെയ്തു, ഒരു സിംഗിൾ ലീനിയർ ഓപ്പണിംഗ് വെച്ചു, അതിനാണ് സ്ലിറ്റ് എന്ന് പറയാം. ആ സിംഗിൾ സ്ലിറ്റിന് മുന്നിൽ 2 സ്ലിറ്റുകൾ വെച്ചു, A ആൻഡ് B. ആ സ്ലിറ്റിലൂടെ
ഒരേ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ 2 വേവ് ഫ്രണ്ട്സ് കിട്ടി. ആക്ച്വലി ദേ ആർ കമ്മിങ് ഫ്രം സെയിം സോഴ്സ്. അപ്പോൾ എ ആൻഡ് ബി ആക്ട്സ് ആസ് ദീസ് 2 സ്ലിറ്റ്സ് വിൽ ആക്ട് ആസ് 2 കോഹറൻറ്റ് സോഴ്സസ്. ഇതിൽ നിന്ന് വരുന്ന 2 വേവ് ഫ്രണ്ട്സ് എന്ന് വരുന്ന വേവ്സ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസ് ചെയ്ത് ഉണ്ടാവുന്ന പാറ്റേൺ ആണ് നിങ്ങളവിടെ കാണുന്ന ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഓഫ് ഈക്വൽ ഇൻറ്റൻസിറ്റി ആൻഡ് ഈക്വൽ വിഡ്ത്ത്. ഓക്കെ, അവരുടെ ഇൻറ്റൻസിറ്റിയുടെ പാറ്റേണിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എക്സ്പെരിമെൻറ്റിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന ആ പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഗ്രാഫ് വരച്ചിരുന്നാൽ ഇങ്ങനെ കാണാം. നോക്കൂ, ആ ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കൂ. എന്താ പ്രത്യേകത? എല്ലാ ബ്രൈറ്റ് ബാൻഡ്സിൻ്റെയും ഇൻറ്റൻസിറ്റി മാക്സിമമാണ്, സെയിം ആണ്. എല്ലാ ഡാർക്ക് ബാൻഡ്സിൻ്റെയും ഇൻറ്റൻസിറ്റി മിനിമമാണ്, ഈക്വലാണ്. ഡാർക്ക് ബാൻഡ്സ് ആർ ഈക്വലി ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ആർ ഈക്വലി ബ്രൈറ്റ്. ഈ പാറ്റേണിൽ ഈ കിട്ടിയ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടിയ പാറ്റേണിൽ ഓക്കെ, ആ പാറ്റേണിലെ ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ് ബാൻഡ്, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ടായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന ഐഡിയ ആണ്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ബീറ്റ. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 consecutive bright bands or 2 consecutive dark bands. 2 ഡാർക്ക് ബാൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ 2 ബ്രൈറ്റ് ബാൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസോ ആണ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രൈറ്റ് ബാൻഡിൻ്റെ വിഡ്ത്തോ ഒരു ഡാർക്ക് ബാൻഡിൻ്റെ വിഡ്ത്തോ അല്ല ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. 2 ബ്രൈറ്റ് ബാൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസോ 2 ഡാർക്ക് ബാൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസോ ആണ് എന്ത് പറയുന്ന ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഒരു ബ്രൈറ്റ് ബാൻഡിൻ്റെ മിഡിൽ നിന്ന് അടുത്ത ബ്രൈറ്റ് ബാൻഡിൻ്റെ മിഡിലേക്കുള്ള ഡിസ്റ്റൻസാണ് ഫ്രിഞ്ച് വിഡ്ത്ത്. അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബാൻഡിൻ്റെ മിഡിൽ നിന്ന് അടുത്ത ഡാർക്ക് ബാൻഡിൻ്റെ മിഡിലേക്കുള്ള ഡിസ്റ്റൻസാണ് ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള, ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള, ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണ്. എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഫ്രിഞ്ച് വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യും എന്ന് കാണിക്കുന്ന ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡെറിവേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെൻറ്റിന് സ്കീമാറ്റിക് ആയിട്ട് നോക്കൂ, റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. നോക്കൂ, വി ഹാവ് 2 സോഴ്സസ്. നമ്മളവിടെ എ ബി എന്ന എക്സ്പെരിമെൻറ്റിൽ കാണിച്ച ഫിഗറിന് പകരം ഇവിടെ 2 ലൈറ്റ് സോഴ്സുകൾ S1 S2 ദേ ആർ നോൺ ആസ് കോഹറൻറ്റ് സോഴ്സസ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് D, അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സോഴ്സിൽ നിന്ന് പോകുന്ന വേവ്സ്, എമിറ്റ് ചെയ്ത വേവ്സ് ഉണ്ടാക്കുന്ന പാറ്റേൺസ് ഉണ്ടാക്കുന്ന സ്ക്രീനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D, സോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ d. ഓക്കെ, ഇനി സ്ക്രീനിൻ്റെ സെൻറ്റർ പോയിൻ്റ് P എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. S1 S2ൻ്റെ മിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ സ്ക്രീനിൻ്റെ സെൻറ്ററിലേക്കുള്ള പോയിൻ്റ് കിട്ടും P. ഓക്കെ, ഇനി അവിടെ സ്ക്രീനിൽ പാറ്റേൺസ് കിട്ടുന്ന ഏരിയയിൽ അല്ലേ S1ൻ്റെ നേരെ മുന്നിലുള്ള ഒരു പോയിൻ്റ് M എന്ന് എടുത്തിരിക്കുന്നു, S2ൻ്റെ നേരെ മുന്നിലുള്ള ഒരു പോയിൻ്റ് N എന്നും എടുത്തിരിക്കുന്നു. ഓക്കെ, ഈ S1 S2 ലൈറ്റുകൾ മീറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പോയിൻറ്റുകൾ ഉണ്ടാവും. അതിൽ ടോപ്പിൽ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ S1 എന്നുള്ള സോഴ്സിൽ നിന്നും S2 എന്നുള്ള സോഴ്സിൽ നിന്നും ലൈറ്റ് വേവ്സ് എത്തിച്ചേരാവുന്ന ഒരു പോയിൻ്റ് അതിൻ്റെ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻ്റാണ് P എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ S1P എന്നുള്ള ഡിസ്റ്റൻസും S2P എന്നുള്ള ഡിസ്റ്റൻസുമാണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഫിഗറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ P എന്നുള്ള പോയിൻറ്റിൽ അവിടെ ഡാർക്ക് ബാൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കാം ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അത് ഏതും ആവാം. ഓക്കെ, നമ്മളവിടെ ഒരു ബ്രൈറ്റ് ബാൻഡാണ് ഫോം ചെയ്തതെന്ന് വിചാരിക്കുക. ആ സ്ക്രീനിൽ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഉണ്ടാവുമല്ലോ. അതിൽ P എന്നുള്ള പോയിന്റിൽ ഫോം ചെയ്തത് ബ്രൈറ്റ് ബാൻഡാണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഡെറിവേഷനും ചെയ്ത് നോക്കാം. നോക്കൂ, ലെറ്റ് P ബി ദ nth ബ്രൈറ്റ് ബാൻഡ്. എത്രാമത്തെ നമുക്കറിയാത്തതുകൊണ്ട് nth ബ്രൈറ്റ് ബാൻഡ് ഓഫ് ഇൻ്റർഫറൻസ്. ഓക്കെ, ദെൻ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ സിക്കൽ ടു S2P മൈനസ് S1P. nth ആയതുകൊണ്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷനാണല്ലോ ബ്രൈറ്റ് ബാൻഡിൻ്റെ, അതുകൊണ്ട് n ലാംഡ എന്നതിൻ്റെ കണ്ടീഷൻ എടുത്തു. സോ ലാംഡ ഡെൽറ്റ സിക്കൽ S2P മൈനസ് S1P ഇസിക്കൽ ടു n ലാംഡ. ഓക്കെ, ഇനി ആ ഫിഗറിൽ കൺസിഡർ 2 ട്രയാങ്കിൾസ് S1PA ആൻഡ് S2PB. S1ൻ്റെ നേരെയുള്ള പോയിൻ്റ് നമ്മൾ A എന്നാണ് എടുത്തിരിക്കുന്നത്. S2ൻ്റെ നേരെയുള്ള പോയിൻ്റ് എടുത്തിരിക്കുന്നത് B എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് M ആൻഡ് N we are taking it as A and B. ഓക്കെ, നമ്മളെ ഡെറിവേഷൻ്റെ സൗകര്യത്തിന് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വന്നാൽ നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് എന്ന് ഇങ്ങനെ പറയാം. S1P സ്ക്വയർ ഇസ് ഇക്വൽ ടു S1A സ്ക്വയർ പ്ലസ് AP സ്ക്വയർ, S2P സ്ക്വയർ ഇസ് ഇക്വൽ ടു ഇതേപോലെ S2B സ്ക്വയർ പ്ലസ് BP സ്ക്വയർ അല്ലേ. അതിൽ S1P സ്ക്വയർ ഇസ് ഇക്വൽ S1A സ്ക്വയർ പ്ലസ് AP സ്ക്വയർ ആണ്. സോ S1P സ്ക്വയർ ഇസ് ഇക്വൽ D സ്ക്വയർ പ്ലസ്
xn മൈനസ് ഡി ബൈ ടു ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ കിട്ടി നോക്കൂ, സ്ക്രീനിൻ്റെ സെൻറ്ററാണ് നമ്മൾ O എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ സ്ക്രീൻ സെൻറ്റർ Oയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ്, സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് xn ആണ്. nth ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നാണ് അർത്ഥം, ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ക്രീൻ. ഓക്കെ, അങ്ങനെ വന്നാൽ നമുക്ക് ആ ഡിസ്റ്റൻസ് xn എടുക്കാം. ഇനി ആ സ്ക്രീനിൻ്റെ സെൻറ്റർ മുതൽ A വരെയുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് Bയിലേക്കുള്ള ഡിസ്റ്റൻസും എത്രയാണ്? d/2 ഈച്ച്. അങ്ങനെയാണ് നമുക്ക് S1p സ്ക്വയർ ഇസിക്കൽ ഡി സ്ക്വയർ പ്ലസ് xn മൈനസ് d/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. സിമിലർലി S2p സ്ക്വയർ ഇസിക്കൽ ടു S2b സ്ക്വയർ പ്ലസ് bp സ്ക്വയർ അല്ലേ. ദെൻ S2p സ്ക്വയർ ഇസിക്കൽ ടു d സ്ക്വയർ പ്ലസ് xn പ്ലസ് d/2 ഹോൾ സ്ക്വയർ. Then S2p square minus S1p square is equal to xn plus d/2 whole square minus xn minus d/2 whole square. Expand ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് S2p മൈനസ് S1p ഇൻറ്റു S2p പ്ലസ് S1p എന്ന് എഴുതാം. എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ. അതുപോലെ അതിൽ ഒരു ടേം നമ്മൾ താഴത്തേക്ക് ഡിനോമിനേറ്ററിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ വി ഹാവ് S2p minus S1p is equal to 2xnd by S2p plus S1p. Here S2p minus S1p is the path difference, that is n lambda. So n lambda is equal to 2xnd divided by 2d. എങ്ങനെ 2d എന്ന് കിട്ടിയ? S2p is approximately equal to S1p. Okay, that distance is d. ഈ എല്ലാ പാറ്റേൺസ് കൂടി ഉണ്ടാകുന്നത് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിലാണ്, മില്ലിമീറ്റർ ഡിസ്റ്റൻസുകളിലേ ഉണ്ടാവുന്നുള്ളൂ. സ്ക്രീനിൽ വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിലാണ് ഈ പാറ്റേൺസ് മുഴുവൻ ഉണ്ടാവുക. അപ്പോൾ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് S2 എന്ന് എടുത്താലും S1 എന്ന് എടുത്താലും ഒരു സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്താൽ ആ ഡിസ്റ്റൻസിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല. ദാറ്റ്സ് വൈ നമ്മൾ S2p S1p d ആയിട്ട് എടുത്തു. ദർഫോർ 2d എന്നവിടെ വന്നു. ഓക്കെ, ഇങ്ങനെ ഇനി നമുക്ക് ഫൈനലി നമുക്ക് ഇങ്ങനെ എഴുതാം. xn is equal to n lambda d by small t. Okay, fringe width പറഞ്ഞാൽ it is the distance between two consecutive bright bands or distance between two consecutive dark bands. Okay, therefore beta is equal to n plus 1th ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസിൽ നിന്ന് nth ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ അതിനിടയിലുള്ള ഒരു ബാൻഡിൻ്റെ ഡിസ്റ്റൻസ് കിട്ടൂലേ. സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് nth ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് xn, അവിടെയാണ് p എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് nth ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസും n plus 1th ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് കൊടുക്കുക. n plus 1th ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് നിന്ന് nth ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടുമല്ലോ. ഓക്കെ, ദർഫോർ ബീറ്റ ഇസിക്കൽ xn plus 1 minus xn. Therefore n plus 1 d lambda by d minus n d lambda by d. Therefore beta is equal to d lambda by d. So fringe width is equal to d lambda by d. Okay, so fringe width depends on capital D and small d and wavelength. Okay, fringe width is inversely proportional to distance between coherent sources. S1 S2 തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഇൻവേഴ്സ്ലി ഡിപ്പെൻസ് ആണ്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് അവർ തമ്മിൽ കുറയുന്നോ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ വിഡ്ത്ത് കൂടും. ദാറ്റ് മീൻസ് നമുക്ക് കാണാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും. ഓക്കെ, രണ്ടാമത്തെ ബീറ്റ ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ടി. അല്ലെ, ഫ്രിഞ്ച് വിഡ്ത്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് ദ സോഴ്സ് കോഹറൻറ്റ് സോഴ്സസ്. ക്യാപിറ്റൽ ടിനെ ഡയറക്ട്ലി ഡിപ്പെൻസ് ആണ്. ഓക്കെ, ആൻഡ് ബീറ്റ ഈസ് ആൾസോ പ്രൊപ്പോർഷണൽ ടു ലാംഡ. ഏറ്റവും വേവ് ലെങ്ത്തുള്ള ലൈറ്റ് ഉപയോഗിച്ചാൽ ഏറ്റവും നന്നായിട്ട് പാറ്റേൺ കാണാൻ പറ്റും, വിഡ്ത്ത് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുക റെഡ് ലൈറ്റ് യൂസ് ചെയ്താലായിരിക്കും അല്ലേ. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ കൂടി ഓർത്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ, ഇഫ് വൈറ്റ് ലൈറ്റ് ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്, സിംഗിൾ കളർ ഓഫ് ലൈറ്റിന് പകരം വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്താൽ സെൻട്രൽ ബാൻഡ് വിൽ ബി വൈറ്റ് ആൻഡ് അതർ ബാൻഡ്സ് വിൽ ബി കളർഡ്. നോ ഡാർക്ക് ബാൻഡ്സ് ആർ ഒബ്സർവ്ഡ്. ഓക്കെ, നമ്പർ 2, if the entire apparatus is immersed in water, then the width of fringe എന്താ സംഭവിക്കാം? എൻ്റർ എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു മീഡിയത്തിലാണെന്ന് വിചാരിക്കുക, വാട്ടർ പോലുള്ളൊരു മീഡിയത്തിലാണ് ചെയ്തതെങ്കിൽ, ഇഫ് ദ എൻ്റർ apparatus is immersed in water, then the width of the fringe will decrease. അതിൻ്റെ റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. as you know, beta in air is equal to d lambda air by d, എയറിലുള്ള വേവ് ലെങ്ത്. beta in water is equal to d lambda water by d. lambda water means വാട്ടറിലുള്ള വേവ് ലെങ്ത്, വാട്ടറിലുള്ള വേവ് ലെങ്ത്. lambda in water is equal to lambda in air by n ആണ്. n എന്ന് പറഞ്ഞാൽ റിഫറൻസ് ഓഫ് വാട്ടർ. therefore beta water is equal to d lambda air divided by n into d. that means beta water is equal to beta air divided by n. that means the fringe width decreases by n times, 1 by n ആയിട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇൻ്റർഫറൻസ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോർമൽ ലൈഫിൽ? യെസ്, വൈറ്റ് ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. കളർഫുൾ പാറ്റേൺ എവിടെ? ദ കളർഫുൾ പാറ്റേൺ ഓൺ ഫിലിംസ് ലൈക്ക് ഓയിൽ ലെയർ അല്ലെങ്കിൽ ഗ്രീസ് ലെയർ
ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ, നമ്മൾ സാധാരണ ഗ്രീസി പാർട്ടിക്കിളിൻ്റെ മുകളിലോ ഓയിൽ ലെയേഴ്സിൻ്റെ മുകളിലോ ബബിൾസിൻ്റെ മുകളിലോ കാണുന്ന കളർഫുൾ പാറ്റേൺസ് ആക്ച്വലി വൈറ്റ് ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇതാണ് നമ്മൾ ലൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫിനോമിന നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്.